അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പറയുകയാണ്, അക്ബർ ഓർ ലക്ഷ്മി ആരായിരിക്കും ബിഗ് ബോസിൻ്റെ പുറത്തേക്ക് പോവുക, ആരായാലും ബിഗ് ബോസ് പറയുന്നത് പോലെ നടക്കട്ടെ എന്നാണ് പറയുന്നത്. ലാലേട്ടനെ അറിയാമല്ലോ, അല്ലെങ്കിൽ ബിഗ് ബോസിന് അറിയാമല്ലോ എന്തായാലും അക്ബറിനെ പറഞ്ഞു വിടത്തില്ലെന്ന്. ഒബ്വിയസ്ലി ലക്ഷ്മി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വട്ടത്തെ എവിക്ഷൻ പ്രോസസ്സ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒരു രാജകീയ പ്രൗഢിയിലൊക്കെ തന്നെയാണ്. രാജകീയ പ്രൗഢി അത്രയും അല്ലെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡായിട്ടാണ്. നമ്മുടെ ലക്ഷ്മിപ്രിയയ്ക്കും പിന്നെ അതേപോലെ ജാസ്മിനൊക്കെ കിട്ടിയ പോലത്തെ ആ ഒരു കൂടിനകത്തും പിന്നെ അതേപോലെ ബൈക്കിലും കയറ്റിക്കൊണ്ട് പോകുന്ന പരിപാടിയൊന്നുമല്ല. അത്യാവശ്യം പ്രൗഢിയിൽ 2 കാറിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളർ മാരുതി സുസുക്കിയുടെ ഒരു പരസ്യത്തിന് വേണ്ടി കൂടെ ആയിരിക്കണം. അപ്പോൾ കാറിൽ വന്നിട്ട് അവർ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് അവരുടെ ഫേസ് മീൻസ് അവരുടെ കണ്ണ് മൂടി കെട്ടുക. അതിനുശേഷം ക്യാപ്റ്റൻ അവരെ 2 പേരെയും ഓരോ കാറിലാക്കുവാണ്. ആ കാറിൽ ഒരെണ്ണം തിരിച്ചു വരും, ഒരെണ്ണം എവിക്ഷൻ ആയിരിക്കും. അപ്പം ഒബ്വിയസ്ലി തിരിച്ചു വരുന്നത് അക്ബറിൻ്റെ കാറായിരിക്കും, തിരിച്ചു പോകുന്നത് പുറത്തേക്ക് പോകുന്നത് ലക്ഷ്മിയുടെ കാറായിരിക്കും. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ചിന്തയുടെ ആവശ്യമില്ല. എങ്കിൽ പോലും ആര്യനൊക്കെ ഒരു ടെൻഷൻ കാണും. ബിക്കോസ് അതിലെയും നമ്മുടെ ജിസേലും കൂടെ പുറത്തു പോയ ടൈമിൽ ആര്യൻ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു ജിസേലാണ് തിരിച്ചു വരുന്നത്, ആദിലാണ് പോകുന്നത്. പക്ഷെ അവരുടെ പ്രതീക്ഷകളെല്ലാം മാറ്റിക്കൊണ്ട് ജിസേൽ ഔട്ടായി ആദിൽ തിരിച്ചു വരുമായിരുന്നു ചെയ്തത്. അപ്പം അതേപോലെ ലക്ഷ്മി ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവണം, ദൈവമേ അക്ബർ പോകുമോ എന്നൊരു ഡൗട്ട് നമ്മുടെ നെവിൻ്റെയും ആര്യൻ്റെയൊക്കെ ഫേസിൽ നല്ല വൃത്തിക്ക് കാണാം. അപ്പം ഒബ്വിയസ്ലി തിരിച്ചു വരാൻ പോകുന്നത് അക്ബറാണ്. അക്ബറിനെ ഇപ്പോഴൊന്നും എന്തായാലും ബിഗ് ബോസ് പുറന്തള്ളാനൊന്നും പോകുന്നില്ല. അപ്പം നാളെയാണത് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ജസ്റ്റ് പ്രമോ മാത്രമാണ്. ലക്ഷ്മി ഔട്ടായെന്നുള്ളത് ഒഫീഷ്യലി ഔട്ടായെന്നുള്ളത് കുറച്ച് എല്ലാവരും യൂട്യൂബിലൊക്കെ ഓൾറെഡി സ്പ്രെഡായ ന്യൂസാണ്. അപ്പം നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലും അല്ലെങ്കിൽ നാളത്തെ ദിവസത്തെ കാണാം.